എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പഴം വീട്ടിലുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇവിടെ കുറച്ച് ചെറിയ പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് 6 പഴം എടുക്കുന്നുണ്ട്. 6 പഴം എടുക്കണമെന്നില്ല, 2ഓ 3ഓ പഴം എടുത്താലും മതി. ഈ പഴം ഒരു മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പഴം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മൈദയും ഗോതമ്പ് പൊടിയാണ്. ഓരോ കപ്പ് മൈദയും ഗോതമ്പ് പൊടിയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടിയോ അല്ലെങ്കിൽ മൈദ ഒറ്റയ്ക്കോ ഗോതമ്പ് പൊടി ഒറ്റയ്ക്കോ ആയിട്ടും ചെയ്തെടുക്കാം. ഇതിനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ കുഴച്ചെടുക്കുമ്പോൾ പാകം നമുക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കൈകൊണ്ടെടുത്ത് എണ്ണയിലൊന്ന് വറുത്തെടുക്കാൻ പാകത്തിന് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഏലക്കായോ ജീരകം പൊടിച്ചതോ ഇതിലേക്ക് ഈ സമയത്ത് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മലബാർ ഏരിയയിലുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് പഴം നുള്ളിയിട്ടതെന്ന് പറയും. ഇവിടെ കറക്റ്റ് പാകത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം ഇത് ഓരോന്നോരോന്നായിട്ട് കുറേശ്ശെയായിട്ട് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. സാധാരണയായിട്ട് ഇത് വളരെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊരു സ്പൂണിൽ കോരിയെടുത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഒരു സ്പൂണിൽ കോരിയെടുത്തതിന് ശേഷം വേറൊരു സ്പൂൺ കൊണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് എണ്ണയിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് വലിപ്പം വെച്ച് വരും. അതിനനുസരിച്ച് വേണം ഈ സ്നാക്കിൻ്റെ കൂട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഈ ഒരു സ്നാക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും പഴത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് എടുത്തു നിൽക്കുന്നതുമാണ്. പഴത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് പഴത്തിൻ്റെ അളവ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.